സോളാർ കേസിൽ മുഖ്യമന്ത്രിയെ വിസ്തരിക്കും. ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് സോളാർ കമ്മീഷൻ മുഖ്യമന്ത്രിയെ വിസ്തരിക്കുന്നത്. ജിക്കുമോൻ, DGP സെൻകുമാർ, സലിംരാജ്, ADGP ഹേമചന്ദ്രൻ എന്നിവരെയും വിസ്തരിക്കും. അതേസമയം സോളാർ കമ്മീഷൻ മുൻപാകെ സരിതാ നായർ ഇന്ന് ഹാജരായില്ല. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിതാ നായരോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും രാമങ്കരി കോടതിയിൽ അടിയന്തരമായി ഹാജരാകേണ്ടതിനാൽ ഇന്ന് കമ്മീഷനിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് സരിതയുടെ അഭിഭാഷകൻ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ട് ജസ്റ്റിസ് G ശിവരാജൻ ഉത്തരവിറക്കുകയായിരുന്നു. സരിതയ്ക്ക് സത്യം പറയാൻ ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നുവെന്ന് കമ്മീഷൻ പറഞ്ഞു. സരിത സത്യം പറയുന്നത് തടയാൻ ഏതോ കോണിൽ നിന്ന് സമ്മർദ്ദമുള്ളതായി കരുതുന്നുവെന്നും കമ്മീഷൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സരിതയെ ഇനി എന്ന് വിസ്തരിക്കുമെന്നത് സംബന്ധിച്ച് കമ്മീഷൻ പ്രത്യേക നിർദ്ദേശം നൽകിയില്ല. കമ്മീഷനെ നിയമിച്ചാൽ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയണമെന്ന് കമ്മീഷൻ വാക്കാൽ വിമർശിച്ചു. കേസിലെ കക്ഷിയായ ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, സർക്കാർ ഭാഗം വക്കീലായിട്ടാണ് സരിതാ നായർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ റോള് സരിതയുടെ റോള് സർക്കാരിന്റെ റോളാണ്. ഇടക്കാല റിപ്പോർട്ട് കൊടുക്കണം. കമ്മീഷന്റെ നടപടികൾ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. മുഖ്യമന്ത്രിയെ ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് വെച്ച് വിസ്തരിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. DGP സെൻകുമാർ, ADGP ഹേമചന്ദ്രൻ, ജിക്കുമോൻ, സലീംരാജ് എന്നിവരെയും വരും ദിവസങ്ങളിൽ കമ്മീഷൻ വിസ്തരിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപായി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നതെന്നും ജസ്റ്റിസ് G ശിവരാജൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ നടത്തിയ പ്രാഥമിക അന്വേഷണ വിവരം ഇന്ത്യക്ക് കൈമാറി. ഭീകരർ വിളിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ നൽകിയ ഫോൺ നമ്പറുകൾ പാകിസ്ഥാനിലേതല്ലെന്ന് ISI ഉൾപ്പെട്ട സംയുക്ത അന്വേഷണ സംഘം. അതേസമയം പത്താൻകോട്ട് ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് NIA ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. വ്യോമസേനാ താവളത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നെന്നും NIA കണ്ടെത്തി. ISI, പാക് സൈന്യം, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവരുൾപ്പെട്ട സംയുക്ത അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇന്ത്യ നൽകിയ തെളിവുകൾ അപര്യാപ്തമാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചത്. ഗുരുദാസ്പൂർ SP-യുടെ അടക്കം ഫോണിൽ നിന്നും ഭീകരർ ജെയ്ഷെ മുഹമ്മദ് താവളത്തിലേക്ക് വിളിച്ചതിന്റെ വിശദാംശങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നത്. എന്നാൽ ഇന്ത്യ നൽകിയ 5 ഫോൺ നമ്പറുകളും പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്യാത്തതാണെന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പാകിസ്ഥാനിലേത് അല്ലാത്ത തെളിവായതിനാൽ തന്നെ ഈ ഫോൺ നമ്പറുകളിൽ തുടരന്വേഷണം നടത്താനാകില്ലെന്നും പാകിസ്ഥാൻ അറിയിച്ചു. പാക് ചാരസംഘടന ഉൾപ്പെട്ട സംയുക്ത അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പാകിസ്ഥാൻ നൽകി. പാക് അന്വേഷണ റിപ്പോർട്ട് വന്നതിനു പിന്നാലെ ദില്ലിയിൽ സൈനിക ഉന്നതതല യോഗം ചേർന്നു. പാക് നിലപാട് വ്യക്തമായതോടെ ഈ മാസം 15-ന് നടക്കേണ്ടിയിരുന്ന ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചയിൽ നിന്നും ഇന്ത്യ പിന്മാറിയേക്കും. വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കറും പാക് വിദേശകാര്യ സെക്രട്ടറി നാസർ ഖാൻ ജൻജുവായും സ്ഥിതി വിലയിരുത്തി രഹസ്യ ചർച്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പത്താൻകോട് വ്യോമസേനാ താവളത്തിൽ പലപ്പോഴായി വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നെന്നും NIA കണ്ടെത്തി. 50 രൂപ നൽകിയാൽ വ്യോമസേനാ താവളത്തിൽ കാലികളെ മേയ്ക്കാൻ തദ്ദേശീയരെ പ്രവേശിപ്പിച്ചിരുന്നെന്ന് ദേശീയ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഭീകരർക്ക് വ്യോമസേനാ താവളത്തിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിരുന്നെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. അതേസമയം വ്യോമസേനാ താവളത്തിൽ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് NIA DIGക്ക് പരിക്കേറ്റു. അന്വേഷണത്തിന്റെ ഭാഗമായ തെരച്ചിലിനിടയിൽ അബദ്ധത്തിൽ സ്ഫോടനമുണ്ടായതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സെക്രട്ടേറിയറ്റിൽ 35% ഹാജർ നില. തസ്തിക വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, വിലക്കയറ്റം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം. സിവിൽ സർവീസിന്റെ സംരക്ഷണവും വേതനഘടനാ പരിഷ്കരണവും ആവശ്യപ്പെട്ട് സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തിയ സൂചനാ പണിമുടക്കിൽ ഭൂരിപക്ഷം ജീവനക്കാരും സംസ്ഥാനത്ത് പങ്കാളികളായി. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ 4138 പേരിൽ 1459 പേരാണ് ഹാജരായത്. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസുകളിലും പൊതുഭരണ വകുപ്പിലും മാത്രമാണ് ജീവനക്കാർ കുറച്ചെങ്കിലും എത്തിയത്. സമരം മിക്ക സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. അതാത് ജില്ലാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും സമാനമായിരുന്നു. ഇതോടെ സർക്കാർ സമരത്തെ നേരിടാനായി പ്രഖ്യാപിച്ച ഡയസ് നോൺ ഫലം കണ്ടില്ല. തെക്കൻ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു. സമരാനുകൂലികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും മറ്റു ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തി. BJPയും സമരത്തിൽ പങ്കാളികളായി. തസ്തിക വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, വിലക്കയറ്റം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. P. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 18-ലേക്ക് മാറ്റി. കതിരൂർ മനോജ് വധക്കേസുമായി ബന്ധപ്പെട്ടാണ് P. ജയരാജൻ കോടതിയെ സമീപിച്ചത്. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച കേസിൽ ദേവസ്വം ബോർഡ് കക്ഷി ചേരുമെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ. അയ്യപ്പന്മാരുടെ വികാരങ്ങൾ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിക്കുമെന്നും ആചാരങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിൽ മാത്രമേ എന്തും ചെയ്യൂവെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു.
അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി തന്നെയാണ്. ആ ബ്രഹ്മചാരിയുടെ വിശ്വാസങ്ങൾ സൂക്ഷിക്കുവാൻ ഹൈന്ദവ അയ്യപ്പ ഭക്ത ആരാധകർക്ക് അവകാശമുണ്ട്. ദേവസ്വം ബോർഡ് കക്ഷി ചേരുന്നുണ്ട്. ഇത് പാരമ്പര്യമായ വിശ്വാസം, മതവിശ്വാസം സംരക്ഷിക്കുവാൻ ഭരണഘടനാ വിധേയമായ സ്ഥാപനങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡും ഏറ്റെടുക്കും. പാലിയേക്കര ദേശീയപാതയിലെ ടോൾ വിവാദത്തിൽ ഉൾപ്പെട്ട ഡിവൈഎസ്പിക്ക് സ്ഥലം മാറ്റം. ഡിവൈഎസ്പി കെ രവീന്ദ്രനെ കാസർകോട്ടേക്കാണ് സ്ഥലം മാറ്റിയത്. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് നടപടിക്ക് ഉത്തരവിട്ടത്. സംഭവസ്ഥലത്ത് നിന്ന് മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. പാലിയേക്കര ടോൾപാതയ്ക്ക് സമാന്തരമായുള്ള പഞ്ചായത്ത് റോഡിൽ ചാലക്കുടി ഡിവൈഎസ്പി CK രവീന്ദ്രൻ വാഹന പരിശോധന നടത്തിയ സംഭവത്തിലാണ് നടപടി. ടോൾപാത ഒഴിവാക്കി യാത്ര ചെയ്ത ഒറ്റപ്പാലം സ്വദേശി ഹരിറാമിനെ ഡിവൈഎസ്പി താക്കീത് ചെയ്തെന്നും RC ബുക്ക് വാങ്ങിയെടുത്തെന്നുമാണ് പരാതി. ഭാര്യയ്ക്കും കൈക്കുഞ്ഞിനുമൊപ്പം യാത്ര ചെയ്ത യുവാവിനെ ഡിവൈഎസ്പി തടഞ്ഞു നിർത്തി പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ തൃശൂർ റൂറൽ SP റേഞ്ച് IG റിപ്പോർട്ട് നൽകി. ഡിവൈഎസ്പിയുടെ വാഹന പരിശോധന ചട്ടവിരുദ്ധമാണെന്നും CK രവീന്ദ്രന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തി. ചാലക്കുടി ഡിവൈഎസ്പി ആയിരുന്ന CK രവീന്ദ്രനെ കാസർഗോഡ് ക്രൈം ഡിറ്റാച്ച്മെന്റിലേക്കാണ് സ്ഥലം മാറ്റിയത്. തൃശൂർ റേഞ്ച് IGയുടെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ചാൽ കൂടുതൽ നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചന്ദ്രബോസ് വധക്കേസിലെ വിധി ജനുവരി 20 പറയും. തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഈ മാസം 31 വിചാരണ പൂർത്തിയാക്കണമെന്ന് തൃശൂർ ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിക്ക് സുപ്രീം കോടതി കഴിഞ്ഞ ഒക്ടോബറിൽ നിർദ്ദേശം നൽകിയിരുന്നു. ഡെപ്യൂട്ടി ജീവനക്കാരൻ ചന്ദ്രബോസ് കൊല്ലപ്പെട്ട കേസിൽ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി 20 വിധി പറയും. 2.5 മാസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് കോടതി കേസ് തീർപ്പാക്കുന്നത്. പ്രതിഭാഗം അന്തിമവാദം പൂർത്തിയായതോടെ ജനുവരി 20 അന്തിമവിധി പറയാൻ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് KP സുധീർ തീരുമാനമെടുത്തു. കേസിലെ വിധിയിൽ പ്രതി കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് തീരുമാനിച്ച് വിധി പറയുന്ന ദിവസമാണ് 20-ാം തീയതി. കുറ്റക്കാരനാണെന്ന് കണ്ടാൽ തൊട്ടടുത്ത ദിവസം കോടതി നിശ്ചയിക്കുന്ന തൊട്ടടുത്ത ദിവസത്തേക്ക് ശിക്ഷയെ സംബന്ധിച്ച് ഇരുഭാഗങ്ങളെയും വാദം കേൾക്കുന്നതിന് വേണ്ടി വയ്ക്കും. അതാണ് നടപടിക്രമം. 2014 ജനുവരി 29 വ്യവസായി മുഹമ്മദ് നിഷാം കാറിടിപ്പിച്ചും മർദ്ദിച്ചും ചന്ദ്രബോസിനെ പരിക്കേൽപ്പിച്ചത്. ഫെബ്രുവരി 14 ചികിത്സയിലിരിക്കെ ചന്ദ്രബോസ് മരിച്ചു. മുഹമ്മദ് നിസാമിനെ പ്രതി ചേർത്ത് പേരാമംഗലം പോലീസ് നൽകിയ കുറ്റപത്രത്തിലാണ് വിചാരണ ആരംഭിച്ചത്. വിചാരണയുടെ പല ഘട്ടത്തിലും കേസ് നീട്ടാൻ പ്രതിഭാഗം ശ്രമിച്ചതായി പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. കൊല നടന്ന് 1 വർഷം തികയുന്നതിന് മുമ്പെയാണ് കോടതി കേസിൽ വിധി പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വെള്ളാപ്പള്ളിയുടെ പുതിയ പാർട്ടി ഭാരതീയ ധർമ്മജനസേന BDJSന്റെ അധ്യക്ഷനായി തുഷാർ വെള്ളാപ്പള്ളിയെ തെരഞ്ഞെടുത്തു. 15-അംഗ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. അതേസമയം ഒരു മുന്നണിയുമായും സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ജല്ലിക്കെട്ടിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേന്ദ്ര സർക്കാർ ഉത്തരവ് പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തതെന്നും ജല്ലിക്കെട്ട് മൃഗങ്ങളോടുള്ള ക്രൂരതയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 21-ാം നൂറ്റാണ്ടിലും വിനോദത്തിനായി മൃഗങ്ങളെ ഉപയോഗിക്കാനാവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പൊങ്കലാഘോഷത്തിന്റെ ഭാഗമായി ജല്ലിക്കെട്ടിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ഈ മാസം 8 വിനോദങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മൃഗങ്ങളുടെ പട്ടികയിൽ നിന്ന് കാളകളെ ഒഴിവാക്കി പുതിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. 2014 സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ട് ഉത്തരവ് ഈ പുതിയ വിജ്ഞാപനത്തിലൂടെയാണ് കേന്ദ്ര സർക്കാർ മറികടന്നത്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലും കാളകളെ ഉപയോഗിച്ചുള്ള ആഘോഷം കാലഘട്ടത്തിന് ചേർന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. കേരളത്തിലെ കാളയോട്ടവും സുപ്രീം കോടതി ഉത്തരവിലൂടെ നിരോധനത്തിൽ ഉൾപ്പെടും. തമിഴ്നാട് കൂടാതെ കേരളം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ പരാമർശിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കേസിൽ ബന്ധപ്പെട്ട സർക്കാരുകളുടെ നിലപാട് അറിയിക്കാനാണ് സുപ്രീം കോടതി നോട്ടീസ്. 100 വർഷം പഴക്കമുള്ള ആചാരാഘോഷമാണ് ജല്ലിക്കെട്ടെന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ മുകുൾ റോത്ഗി വാദിച്ചത്. എന്നാൽ കാളകൾക്ക് ലഹരി നൽകുകയും അക്രമാസക്തരാകുവാൻ കണ്ണിൽ നാരങ്ങയും മുളകും തേച്ച് പീഡിപ്പിക്കുന്ന വീഡിയോ തെളിവുകൾ ഉണ്ടെന്നും മൃഗസംരക്ഷണ ബോർഡും മറ്റു 12 സംഘടനകളും സുപ്രീം കോടതിയിൽ വാദിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിൽ ജല്ലിക്കെട്ടിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മതപരമോ രാഷ്ട്രീയമോ ആയ കാര്യങ്ങളിൽ ഇനി അഭിപ്രായം പറയില്ലെന്ന് ഷാരൂഖ് ഖാൻ. അസഹിഷ്ണുതയ്ക്കെതിരായ തന്റെ പരാമർശങ്ങളുടെ ഭാഗമായി പുതിയ സിനിമ ദിൽവാലയ്ക്ക് മികച്ച കളക്ഷൻ നേടാനായില്ലെന്നും ഷാരൂഖ് പറഞ്ഞു. ഗുലാം അലിയുടെ സംഗീത പരിപാടി നടത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഷാരൂഖ്.
അസഹിഷ്ണുതാ വിവാദം പുതിയ ചിത്രം ദിൽവാലയുടെ കളക്ഷനെ ബാധിച്ച സാഹചര്യത്തിലാണ് മതപരമോ രാഷ്ട്രീയമോ ആയ കാര്യങ്ങളിൽ ഇനി അഭിപ്രായം പറയില്ലെന്ന് ഷാറുഖ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. ഗുലാം അലിയുടെ സംഗീത പരിപാടി നടത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവെയാണ് ഷാറുഖ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ച ഷാറൂഖിനെതിരെ വിവിധ ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ദിൽവാലെ പ്രദർശിപ്പിച്ച തിയേറ്ററുകൾക്ക് മുന്നിൽ ഹിന്ദു സംഘടനകൾ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർത്തിയത്. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും തിയേറ്ററുകൾക്ക് മുന്നിൽ സംഘർഷങ്ങളുണ്ടായി. സിനിമ കാണാനെത്തിയവരെ ഭീഷണിപ്പെടുത്തുന്ന നടപടികളും പലയിടങ്ങളിലും നടന്നു. ഇതേ തുടർന്ന് പ്രതീക്ഷിച്ച കളക്ഷൻ ചിത്രത്തിന് നേടാനായില്ല. ഷാറൂഖ് ഖാന്റെ സുരക്ഷയടക്കം പിൻവലിക്കുന്ന പ്രതികാര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. സംഘപരിവാർ ഭീഷണികൾക്ക് മുന്നിൽ സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യം പോലും അടിയറ വയ്ക്കേണ്ടി വന്ന കലാകാരന്റെ ദയനീയതയാണ് ഷാറൂഖ് ഖാന്റെ പ്രസ്താവനയിൽ തെളിയുന്നത്. ന്യൂസ് ഡെസ്ക്. രാജ്യത്ത് 1 ലിറ്റർ ക്രൂഡ് ഓയിലിന് 1 കുപ്പി വെള്ളത്തേക്കാൾ വിലക്കുറവ്. ക്രൂഡ് ഓയിലിന്റെ വില ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിട്ടും ആഭ്യന്തര വിപണിയിൽ വില കുറഞ്ഞില്ല. ഇറക്കുമതി തീരുവ അടിക്കടി വർദ്ധിപ്പിച്ചും എണ്ണവില കുറയ്ക്കാൻ നടപടി സ്വീകരിക്കാതെയും ജനങ്ങളെ പിഴിയുകയാണ് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞയാഴ്ച പെട്രോളിയം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് 1956 രൂപ 45 പൈസ, അതായത് 1 ലിറ്ററിന് 12 രൂപ. 1 ലിറ്റർ ശുദ്ധീകരിച്ച കുപ്പിവെള്ളത്തിന് ശരാശരി 15 രൂപയാണ് ചില്ലറ വിപണിയിൽ വില ഈടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1 ലിറ്റർ കുപ്പിവെള്ളത്തേക്കാൾ 3 രൂപ കുറവാണ് 1 ലിറ്റർ ക്രൂഡ് ഓയിലിന് എന്ന സ്ഥിതി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 70% താഴ്ന്നു. എന്നാൽ ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ വില 20% മാത്രമാണ് കുറഞ്ഞത്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2015-2016 സാമ്പത്തിക വർഷം 3 തവണയും മുൻവർഷം 4 തവണയും പെട്രോളിന്റെയും ഡീസലിന്റെയും തീരുവ വർദ്ധിപ്പിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില കുറയുന്നതിന്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാതെ തീരുവ കൂട്ടി കിട്ടുന്ന വരുമാനം വഴി ധനക്കമ്മി കുറയ്ക്കുക എന്ന സാമ്പത്തിക ശാസ്ത്രമാണ് മോഡി സർക്കാർ തുടരുന്നത്. ക്രൂഡ് ഓയിലിന് വെള്ളത്തേക്കാൾ വില കുറഞ്ഞിട്ടും പെട്രോൾ ഡീസൽ വില കുറക്കാതെ തീവെട്ടിക്കൊള്ള നടത്തുന്ന എണ്ണ കമ്പനികൾക്ക് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കയർഫെഡ് ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിൽ. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി കരാർ ഒപ്പുവെച്ച് 1.5 വർഷം കഴിഞ്ഞിട്ടും കരാർ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ സമരം നടക്കുന്നത്. കയർഫെഡ് ജീവനക്കാർ നടത്തിയ പണിമുടക്കിനെ തുടർന്ന് കയർ വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും സർക്കാർ DA പ്രകാരമുള്ള ശമ്പള വർധനവ് ജാനുവരി 1, 2014 മുതൽ നടത്തി സെപ്റ്റംബർ 30 മുൻപായി പരിഷ്കരണം നടപ്പിൽ വരുത്തുന്നതിന് നിശ്ചയിച്ചിരുന്നു. തുടർന്ന് ധാരാളം ചർച്ചകളും നടത്തിയിരുന്നു. എന്നാൽ 21/11/2014 കൂടിയ ചർച്ചയിൽ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കരാർ ഒപ്പിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും കരാർ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കയർഫെഡ് ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മാനേജ്മെന്റും ഗവൺമെന്റും ജീവനക്കാരുടെ പ്രതിനിധികളുമായി ഒപ്പുവെച്ച കരാർ നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ആ എഗ്രിമെന്റ് നടപ്പാക്കാൻ വീണ്ടും സമരം ചെയ്യുന്ന ഒരു സ്ഥിതികേടിലാണ് ഞങ്ങൾ. കയർഫെഡിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ നിന്നും ക്ഷാമബദ്ധ 450 രൂപയോളം കുറവാണ് ഇപ്പോൾ കിട്ടുന്നത്. മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളവുമായി തട്ടിച്ചു നോക്കിയാൽ വളരെ തുച്ഛമായ ശമ്പളം പറ്റുന്ന കയർഫെഡ് ജീവനക്കാർക്ക് കരാർ നടപ്പിലാക്കുന്നതിനുള്ള കാലതാമസമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹൈക്കോടതി ഉത്തരവുമായി എത്തിയിട്ടും ഉദ്യോഗാർത്ഥികളെ PSC അധികൃതർ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്ന് പരാതി. സഹകരണ ബാങ്കുകളിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലേക്ക് പത്തനംതിട്ടയിൽ നടന്ന ഓൺലൈൻ പരീക്ഷയിൽ നിന്നാണ് ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്തിയത്. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമുയർത്തിയാണ് എരുമേലി പേട്ടതുള്ളൽ നടന്നത്. മഹിഷിയെ നിഗ്രഹിച്ച് ധർമ്മസംസ്ഥാപനം നടത്തിയ അയ്യപ്പന് പിന്മുറക്കാരുടെ കാണിക്കയാണ് എരുമേലി പേട്ടതുള്ളൽ. ഉച്ചയ്ക്ക് നീലാകാശത്തെ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നതോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും ആരംഭിച്ചു. സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം പേട്ടതുള്ളി വാവൂരുപള്ളിയിലെത്തിയപ്പോൾ ആചാരപരമായ വരവേൽപ്പാണ് ലഭിച്ചത്. മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃക കാട്ടി അമ്പലപ്പുഴ സംഘത്തെ ഷാളണിയിച്ചും ആലിംഗനം ചെയ്തും പള്ളി കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് പള്ളിക്ക് വലം വെച്ച ശേഷം പേട്ടതുള്ളി വലിയമ്പലം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് നീങ്ങിയ അമ്പലപ്പുഴ സംഘത്തെ വാവൂര് സ്വാമിയുടെ പ്രതിനിധിയായി ഒരു പള്ളി കമ്മിറ്റി ഭാരവാഹി വലിയമ്പലം വരെ അനുഗമിച്ചു. നീലാകാശത്ത് വെള്ളി നക്ഷത്രം ഉദിച്ചതോടെ ഉച്ചയ്ക്ക് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘത്തിന്റെ പേട്ട കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് വലിയമ്പലത്തിലേക്ക് നീങ്ങി. ഇരു സംഘങ്ങളും വലിയ തോട്ടിൽ കുളിച്ച് മല ചവിട്ടുന്നതോടെ ഈ ആണ്ടിലെ എരുമേലിപ്പേട്ടയ്ക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ഇരിങ്ങാലക്കുട ക്രെഡിറ്റ്സ് ആൻഡ് ലീസിംഗ് കമ്പനി ലിമിറ്റഡിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന പുതുവത്സരാഘോഷങ്ങൾ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ സി രവീന്ദ്രനാഥ്, ഗീതാ ഗോപി, ഐസിൽ MD-യും CEO-യുമായ KG അനിൽകുമാർ, ഐസിൽ ജനറൽ മാനേജർ ഉമ അനിൽകുമാർ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. ഐസിൽ ചെയർമാൻ KK വിൽസൺ അധ്യക്ഷനായിരുന്നു. ഉത്തർപ്രദേശിൽ ഭർതൃമാതാവിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച യുവതി അറസ്റ്റിൽ. ഭർത്താവ് രഹസ്യമായി സ്ഥാപിച്ച CCTV-യിലൂടെയാണ് ഭാര്യയുടെ ക്രൂരതയുടെ കഥ പുറംലോകമറിഞ്ഞത്. ഭർത്തൃവീട്ടുകാരുമായുള്ള തർക്കത്തെ തുടർന്നാണ് യുവതി ഭർത്തൃമാതാവിനെ കഴുത്തുഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊല്ലാൻ ശ്രമിച്ചത്. ഭാര്യ തന്റെ മാതാപിതാക്കളെ അപായപ്പെടുത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട ഭർത്താവ് വീട്ടിൽ CCTV സ്ഥാപിച്ചിരുന്നു. ഇതിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലൂടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. ഉത്തർപ്രദേശിലെ ബിജ്നോറിലാണ് സംഭവം. ഭർത്തൃമാതാവിനെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച സംഗീത എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനുവരി 5-നായിരുന്നു സംഭവം. ഭർത്താവിന്റെ മാതാപിതാക്കളും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതേ തുടർന്ന് സംഗീത പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഭർത്താവ് സന്ദീപിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നായിരുന്നു പരാതി. സംഗീത പോലീസിൽ പരാതി നൽകിയപ്പോഴാണ് സന്ദീപ് വീട്ടിൽ CCTV സ്ഥാപിച്ചത്. ഇക്കാര്യം സംഗീത അറിഞ്ഞിരുന്നില്ല. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തുവന്ന ശേഷം CCTV പരിശോധിച്ചപ്പോഴാണ് സംഗീത മാതാവിനെ മർദ്ദിക്കുന്നതും കഴുത്ത് ഞെരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ സന്ദീപ് ഇക്കാര്യം ദൃശ്യങ്ങൾ സഹിതം പോലീസിനെ അറിയിക്കുകയും സംഗീതയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്.